എങ്ങനെയാണ് ഫാമിലി ലൈഫ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫാമിലി ലൈഫ് നോക്കുന്ന ആളാണ്, അപ്പോൾ എങ്ങനെയാണ് ഫാമിലിനെ മാനേജ് ചെയ്യണം, നിങ്ങളെ യൂട്യൂബ് ചാനലും മാനേജ് ചെയ്യണം, കോഴ്സും ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തിരുന്നത് ആ സമയത്ത്? അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് ഇപ്പോൾ ഒരു രാവിലെ എണീറ്റ് നമ്മളെ ഫുൾ പ്ലാൻഡ് ആയിരിക്കണം നമ്മളെന്നുള്ളതാണ്. അത് കുക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഫാമിലി എന്തൊരു ഫംഗ്ഷൻ വരുന്ന സമയത്താണെങ്കിലും ഒക്കെ എല്ലാത്തിനും നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും. നമ്മളെല്ലാം വീട്ടുകാർക്കുള്ളതെല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇറങ്ങുമ്പം എതിർപ്പുകൾ വരാൻ ചാൻസ് വളരെ കുറവാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ അവര് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ എന്നുള്ള രീതിക്കാവും. കറക്റ്റ്. അപ്പൊ ഒരു ബ്ലോക്കും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും പ്ലാനിങ് ആണ് അതിന്റെ അകത്ത് വേണ്ടത്. തീർച്ചയായിട്ടും പ്ലാനിങ് വലിയ ഇമ്പോർട്ടൻ്റ്. അത് ഏതൊരു ഹൗസ് വൈഫ് വീട്ടമ്മ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ് ആണ് ഇമ്പോർട്ടൻസ്. എൻ്റെ അടുത്ത് ആളുകൾ, അതായത് എൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്കും 4 മക്കൾ, എനിക്കും 4 മക്കൾ, പക്ഷെ ഞാൻ മക്കളെ വിട്ട് മക്കൾ വരുമ്പോഴേക്കും എൻ്റെ പണി തീരുന്നുള്ളൂ, നിങ്ങളത് എങ്ങനെ തീരുന്നു എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ശരിക്കും നമ്മൾ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതാണ്. ഓരോന്നിനും എത്രത്തോളം സമയം ആക്കണം. അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും. നമ്മളുടെ ലേസിനെസ് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇപ്പം എനിക്ക് സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരുപാട് ആളുകൾ എൻ്റെ സ്റ്റുഡൻസായി വന്നിട്ട് സ്വന്തമായിട്ട് ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, ഇൻസ്റ്റാ പേജ് വഴി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നത് ഫ്രൈഡ് ഡ്രസ്സിന്റെ ബിസിനസ്സാണ്. അത് ഗൾഫിലുള്ളവരാണ് പ്രത്യേകിച്ചും. ഈ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പം അത് ചെയ്താൽ മതി. ഇവിടുന്ന് മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടുപോവുക, പോകുമ്പോൾ ബൾക്കായിട്ട് കൊണ്ടുപോവുക, അവിടുന്ന് ചെയ്ത് കൊടുക്കുക. അവിടെ റിയാലിലേക്കും ദിർഹംസിലേക്കൊക്കെ മാറ്റുമ്പോൾ അവർക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരണം, അവരെ മാനേജ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റിച്ചിങ്ങിന് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്ത്രീകളിലേക്ക് കൂടുതൽ എത്തണം എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാര്യം അതാണ്. കറക്റ്റ്. അപ്പൊ ബേസിക്കലി ഏതൊരു ഹൗസ് വൈഫിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണത്. അതാ തീർച്ചയായിട്ടും. അതപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ള ഡോക്ടേഴ്സിന് ഇപ്പം ഈ ഡിസംബർ 2 അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്ക് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഡോക്ടർ ആയിട്ടുള്ള വേറൊരു ലേഡി ഉണ്ട്, പിന്നെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മുംബൈയിൽ നടക്കുന്ന ഒരു ലേഡി ഉണ്ട്. ഇവർക്കൊക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും നല്ല ലെവലിൽ ജീവിക്കുന്നതാണ്. പക്ഷെ അവരൊക്കെ ഈ പാഷന് പുറകെ വെച്ചാൽ ഈ പാഷൻ നമ്മളെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ് അതിലേക്ക്. എനിക്കിപ്പോൾ എന്തെങ്കിലും വയ്യായിക വന്നപ്പോൾ ഒരാഴ്ച പനിച്ചൊക്കെ കിടന്നിട്ടുണ്ടെങ്കിലും ബോഡിയുടെ വയ്യായിക അല്ല എന്നെ അലട്ടുന്നത്, എനിക്ക് എന്തോ ഒന്ന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. അത് ഇത്രയും വയ്യാതെ സമയത്ത് പോയിട്ട് ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വയ്യായികക്ക് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. കറക്റ്റ്. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളൊരു ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം എത്ര സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഒരു ബാച്ചിൽ ഇപ്പം എടുക്കാറ്? ഇപ്പം 25ാമത്തെ ബാച്ചിൽ 270 ആളാണ്. ഈ 270 ആൾക്കാർ നിങ്ങൾ വീഡിയോ കൊടുക്കും, നിങ്ങൾ വേറെ ഗ്രൂപ്പ് ഉണ്ട് അഡ്മിൻസ് ഓൺലി, വീഡിയോ കൊടുക്കും. അപ്പോൾ ഈ 270 ആൾക്കാർ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അത്രയും കൂടുതൽ ഡൗട്ട്സ് വരൂലേ 60 ദിവസം കൊണ്ട്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈസി ആയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഡൗട്ട്സ് ചോദിക്കാനുള്ളൊരു ഗ്രൂപ്പ്, മറ്റത് അഡ്മിൻ ഓൺലി ഗ്രൂപ്പ്. ഇതിൽ ഒരാൾ ചോദിച്ച സംശയം തന്നെ ആയിരിക്കും വേറെയും 8-10 ആൾക്ക് ഉണ്ടാവുക. ഇവരൊക്കെ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും സോൾവ് ആവും. ചിലപ്പോൾ ഞാൻ രാത്രി, ചില ആളുകളൊക്കെ രാത്രി മക്കളൊക്കെ ഉറങ്ങിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാൻ രാവിലെ എണീക്കുമ്പോഴേക്ക് 10-25 മെസ്സേജ് ഉണ്ടാവും. ഞാൻ അതിരാവിലെ എണീക്കുന്ന ഒരാളാണ്, 4-4:30 എണീക്കും. അപ്പോൾ എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് വോയിസുകൾക്ക് റിപ്ലൈ കൊടുത്തിടും. അപ്പോൾ ഇവരുടെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം വെച്ചാൽ നോട്ട്സ് തയ്യാറാക്കി വെക്കണം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ചെയ്യുന്ന തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ മാതിരി അപ്പം ചെയ്യാൻ പറ്റും, പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നോട്ട്സ് തയ്യാറാക്കി വെച്ചാൽ അത് നമ്മൾ ഏത് ഫീൽഡിലാണ് നമ്മളുണ്ടാവില്ല, നമ്മൾ എന്തിന് പഠിക്കുകയാണെങ്കിലും ഷോർട്ട് നോട്ട് എഴുതി വെക്കും. ആ ഷോർട്ട് നോട്ടിലേക്ക് കൂടി നമ്മൾ അത് ചിലപ്പോൾ 2-3 വേർഡ്സ് ആയിരിക്കും, പക്ഷെ നമ്മളെ മൈൻഡിലേക്ക് വരുന്ന ഭാഗം വലിയ ഒരു ഭാഗമായിരിക്കും, ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചർ കിട്ടുന്നത്. അതേപോലെ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടാകുമ്പോൾ അവർക്കത് കൂടുതൽ പോസിബിൾ ആവും.